ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ട് ദൈവകൃപയോടുകൂടെ ആയിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് ഈ ഒരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കർത്താവ് നടത്തുന്ന വഴികളും വിധങ്ങളും ഒക്കെ നമ്മളെല്ലാവരെയും എത്ര അഗോചരമായിട്ടാണ്, അവർണ്ണനീയമായിട്ടാണ് ദൈവത്തിൻ്റെ വഴികളും പ്രവൃത്തികളും ഒക്കെ നടക്കുന്നത്. കർത്താവ് നിങ്ങളെല്ലാവരെയും കൂടുതൽ കൂടുതൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടേത് ഒരു കീ സ്പോൺസറാണ് നമുക്കുള്ളത്. എരൂരിൽ നിന്ന് ഗ്രേസി രാജു ആണ് നമ്മുടെ കീ സ്പോൺസർ. താങ്ക് യു സിസ്റ്റർ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 39 വർഷത്തിന് ശേഷം ഭവനം ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. വാവ്, കൺഗ്രാജുലേഷൻസ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ആ ഭവനം നീ കൊടുത്തല്ലോ കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. അങ്ങ് എത്ര വലിയ ദൈവം. അതോടൊപ്പം തൻ്റെ കടഭാരം മുഴുവൻ മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ വഴികൾ തുറക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും നിങ്ങളെ പൊതിയട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ യൂത്ത് വയു അഡ്വാൻസ് ക്യാമ്പിനെ കുറിച്ച് കൂടെയാണ് ഞാൻ പറയാൻ പോകുന്നത്. വരുന്ന ആഴ്ചയിലൊക്കെയാണ് നമ്മുടെ ക്യാമ്പ് നടക്കാനായിട്ട് പോകുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ 2, 3 ഈ 2 തീയതികളിലായിട്ട് നടക്കുന്ന ക്യാമ്പിലേക്ക് 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള ആളുകൾക്കാണ് പങ്കെടുക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മക്കൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. വലിയ അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ആഴ്ചയിൽ നമ്മുടെ ഗ്ലോ ടൂറുമായിട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് വരികയാണ്. അതിന് ഈ വെള്ളിയാഴ്ച ഞങ്ങൾ തൃശ്ശൂരുണ്ട്, അതുപോലെ തന്നെ ശനിയാഴ്ച ഞങ്ങൾ കോഴിക്കോടുണ്ട്. എവിടെയാണ് ഞങ്ങൾ വരുന്നതെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ദയവായി കടന്നു വരിക. നിങ്ങൾ ഓരോരുത്തരും നേരിട്ട് കാണാനും ഒരുമിച്ച് ശുശ്രൂഷിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ വളരെയധികം താല്പര്യമുണ്ട്. ദയവായി കടന്നു വരിക. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോയുടെ പ്രധാനപ്പെട്ട കോൺഫറൻസ് നവംബർ 14, 15 ഇപ്പോൾ രജിസ്ട്രേഷൻ ഓപ്പൺ ആണ്. ദയവായി രജിസ്റ്റർ ചെയ്യുക. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം. അതിന് മുന്നമേ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കടക്കാം. വെൽക്കം ബാക്ക്. കാര്യങ്ങൾ എങ്ങനെയൊക്കെ പോകുന്നു? എന്താണ് വിശേഷം? ഓരോ സീസണിലും കർത്താവ് പല പല സന്ദേശങ്ങളിലൂടെയാണ് നമ്മളെ നടത്തുന്നത്. ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയും, ബ്രദറെ, കൃത്യം ഞാനിപ്പോൾ അനുഭവിക്കുന്ന അതേ വിഷയമാണ് ബ്രദർ പറഞ്ഞത്, അതിനെക്കുറിച്ചാണ് ബ്രദർ സംസാരിച്ചത്. ഇതെങ്ങനെ അറിഞ്ഞു? ആരെങ്കിലും എൻ്റെ വിഷയങ്ങൾ ബ്രദറിനെ അറിയിക്കുന്നുണ്ടോ രഹസ്യമായിട്ട്? ആരും രഹസ്യാന്വേഷണ വിഭാഗം അറിയിക്കുന്നതോ ചാരന്മാർ ഒറ്റിക്കൊടുക്കുന്നതോ ഒന്നുമല്ല. സ്വർഗത്തിലെ ദൈവം അവസ്ഥകൾ അറിഞ്ഞ് സംസാരിക്കുന്നവനാണ്. സംസാരിക്കുന്ന ആൾ പോലും അത് മനസ്സിലാക്കണമെന്നില്ല. ഐ എം ഓൺലി എ മൗത്ത് പീസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. ഐ എം ഓൺലി ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെന്റ്. കുഴൽ ഊതുമ്പോൾ ആ കുഴലായിട്ട് നിന്ന് കൊടുക്കുകയാണ്. അത് ഊതുന്നയാളാണ് അതിൽ പല സ്വരങ്ങളും നോട്ടുകളെല്ലാം കൊണ്ടുവരുന്നത്. എൻ്റെ അർത്ഥം, പരിശുദ്ധാത്മാവ് ദിവസങ്ങളെ ഏഷ്യാവിൻ്റെ പുസ്തകം 61-ാം അധ്യായത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. യേശുവിൻ്റെ മേലുള്ള അഭിഷേകം എവിടെയെല്ലാം കടന്നു ചെല്ലുന്നു, ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിലേക്ക് ചെന്നെത്തി നമ്മെ ഹീൽ ചെയ്യുവാനും ബിൽഡ് ചെയ്യാനും റീബിൽഡ് ചെയ്യാനും റെസ്റ്റോർ ചെയ്യാനും റെഡീം ചെയ്യാനും സാധിക്കും. നമ്മളെങ്ങനെ കർത്താവിന് നമ്മളെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ കഴിയും? കർത്താവ് ഒരു കുശവനാണെങ്കിൽ കുശവനെ പോലെ നമ്മെ ശരിയായി ഒരു ഷേപ്പിലേക്ക് പണിതെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ 3-ാമത്തെ വചനമാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ദി ഓയിൽ ഓഫ് ജോയ് ഇൻസ്റ്റെഡ് ഓഫ് മോർണിംഗ്, വിലാപത്തിന് പകരം ആനന്ദ തൈലം. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം അഭിഷേകം ചെയ്തതുകൊണ്ട് അതിൻ്റെ റിസൾട്ടായി വരുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ദി ഓയിൽ ഓഫ് ജോയ് ഇൻസ്റ്റെഡ് ഓഫ് മോർണിംഗ്. ഞാനിത് പറയുമ്പോൾ ഏത് ഹോസ്റ്റലുകളിൽ നിന്ന് പഠിക്കുന്ന നഴ്സിംഗ് കോഴ്സാകാം, മറ്റേതെങ്കിലുമൊക്കെ കോഴ്സുകളാകാം, അല്ലെങ്കിൽ MBBS-നായിരിക്കാം,
എൻജിനീയറിംഗ് ആയിരിക്കാം, സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് ആയിരിക്കാം, ഏത് കോഴ്സ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ചില പെൺകുട്ടികളുടെ മുഖമാണ് എൻ്റെ ഉള്ളിൽ വരുന്നത്. ഭയങ്കരമായ അകത്ത് പ്രഷറും അതിഭയങ്കരമായ ക്രംബിൾഡായ അവസ്ഥ, ഇട്ടിട്ടോടാൻ അത്രയ്ക്ക് ഭയങ്കരമായ പ്രശ്നത്തിലൂടെ പോകുന്ന ചില പെൺകുട്ടികൾ ഒരുപക്ഷെ ഈക്വലി പോകുന്ന ബോയ്സ് ആണ്, പക്ഷെ എൻ്റെ മുമ്പിലേക്ക് അധികം വന്നത് അങ്ങനെയുള്ളൊരവസ്ഥയിലായിരിക്കുന്ന ചിലർക്ക് പോലും ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരു ഡെലിവറൻസ് വരും. അതിനർത്ഥം ഹോസ്റ്റലിൽ പഠിക്കുന്നവർക്ക് മാത്രം ഇതാണെന്നോ അല്ല, എല്ലാവരോടുമാണ് പറയുന്നത്. പക്ഷേ ചില മുഖങ്ങൾ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരോ, സാമ്പത്തികമായി തകർച്ച സംഭവിച്ചവരോ, മക്കൾ നിമിത്തം പ്രയാസത്തിലൂടെ പോകുന്നവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം. ഒരു ആശ്വാസവാക്കിന് വേണ്ടി എല്ലാ ദിവസവും എന്തെങ്കിലും പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. മത്തായി 24:35 പ്രകാരം മാറാത്ത, മാറ്റാൻ കഴിയാത്ത, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. വിലാപങ്ങളെ നൃത്തമാക്കുന്ന, അല്ലെങ്കിൽ വിലാപത്തിന് പകരം ആനന്ദ തൈലം കൊണ്ട്, വെറുതെ വിലാപം മാറ്റൂ എന്നല്ല പറഞ്ഞു, വിലാപം മാറ്റി നോർമലായി ജീവിക്കുക അല്ല. ഓയിൽ ഓഫ് ജോയ് എന്ന് പറയുന്നത് സന്തോഷം വരുമ്പോൾ സന്തോഷത്തിന് പ്രകടനങ്ങളുണ്ട്, ദുഃഖത്തിനും പ്രകടനങ്ങളുണ്ട്. സന്തോഷത്തിന് റിസൾട്ട് ഉണ്ട്, ദുഃഖത്തിന് കോൺസിക്വൻസസ് ഉണ്ട്. സന്തോഷത്തിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ചിലർ ചിരിക്കും, ചിലർ കൈയടിക്കും, ചിലർ നൃത്തം ചെയ്യും, ചിലർ ആനന്ദ പ്രകടനങ്ങൾ പല രീതിയിൽ ചെയ്യും. സന്തോഷം വരും, പാട്ട് പാടും ചിലർ. സോ അങ്ങനെയുള്ള പ്രകടനങ്ങളുണ്ട്. ദുഃഖം വരുമ്പോൾ പിന്നെ ആരെയും കാണുന്നത് ഇഷ്ടമല്ല. ചിലർ ഇരുട്ടുമുറിയിലിരിക്കണം, ചിലർക്ക് ഒറ്റയ്ക്കിരിക്കണം, ചിലർക്ക് മദ്യപിക്കണം, ചിലർക്ക് ഇറങ്ങി ഓടണം, ചിലർക്ക് ചാകണം. ദുഃഖത്തിൻ്റെത് അങ്ങനെ പോകും. പക്ഷെ ഇതിനെ ഉൾട്ടാ തിരിക്കുന്ന, കൺവേർട്ട് ചെയ്യുന്ന ഒരു ജോയ് ബ്രിങ്ങർ അനോയിന്റിങ് യേശുവിൻ്റെ മേലുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എനിക്ക് എന്തൊക്കെയോ പറയാൻ വരുന്നു. റോമാലേഖനം 14:17 പറയുന്നത്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് ഫുഡ് ഓർ ഡ്രിങ്ക് ബട്ട് റൈച്ചസ്നസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ദുഃഖത്തിൻ്റെ ആത്മാവല്ല, പരിശുദ്ധാത്മാവ് വിലാപത്തിൻ്റെ ആത്മാവല്ല. പരിശുദ്ധാത്മാവ് ഒരു ജോയ് സ്പിരിറ്റാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ജോയ്, സന്തോഷം വന്ന് നിറയുകയാണ്. കാരാഗൃഹത്തിൽ കിടക്കുന്ന പൗലോസ് എഴുതുന്നു, റിജോയ്സ് ഇൻ ദി ലോർഡ് ആൻഡ് അഗൈൻ ഐ സേ റിജോയ്സ്. സന്തോഷിപ്പിനെന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു. കർത്താവിൽ സന്തോഷിപ്പിൻ. കർത്താവിലെ സന്തോഷം നമ്മുടെ ബലമല്ലോ. നെഹമ്യാവിന്റെ പുസ്തകം 8:10 പറയുന്ന, യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ബലമല്ലോ. ദ ജോയ് ഓഫ് ദി ലോർഡ് ഈസ് യുവർ സ്ട്രെങ്ത്. ജോയ്ഫുൾനെസ്സിന് എന്ത് കൊണ്ടുവരാൻ കഴിയും? ശക്തി കൊണ്ടുവരാൻ കഴിയും. ചുമ്മാ പറയുമല്ലോ, അകത്ത് ഹൃദയത്തിൽ സന്തോഷം വന്ന് ജോയ്ഫുൾനെസ് വന്ന് നിറയുമ്പോൾ അസ്ഥികൾക്കത് ബലമാണ്, ഞരമ്പുകൾക്ക് സ്ട്രെങ്ത് ആണ്, മസ്കുലാർ സിസ്റ്റത്തിനത് ശക്തിയാണ്. ശരീരത്തിൽ പോലും അതിൻ്റെ പ്രതിഫലനങ്ങളും പ്രകടനങ്ങളും കാണും. മുഖത്ത് പ്രത്യേകിച്ച് ഫേഷ്യൽ മസിൽസ് എല്ലാം ഗ്ലോ ചെയ്ത് ഒരു വലിയ സന്തോഷം മുഖത്തൂടെ പുറത്തേക്ക് വരാൻ തുടങ്ങും. അത് കാണുന്നവർ സന്തോഷിക്കും, അവർക്ക് ആനന്ദം ഉണ്ടാവും. സോ യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ he brought joy from heaven. Heaven is a joyful place. സ്വർഗത്തിൽ ചെന്നാൽ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ചിലരൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എവിടെ പോയി ചാകും, പാലത്തിൽ നിന്ന് നദിയിലേക്ക് എടുത്ത് ചാടും. അങ്ങനെയൊന്നും ആരും സ്വർഗത്തിലിരിപ്പില്ല. സ്വർഗത്തിലുള്ളവരെല്ലാം എല്ലായ്പ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിലെ ദൂതന്മാരെല്ലായ്പ്പോഴും they are rejoicing in the Lord. സന്തോഷം നിറഞ്ഞ് സാച്ചുറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗം. ആ സ്വർഗത്തിലെ ആത്മാവാണ് നമ്മുടെ അകത്ത് വന്നിരിക്കുന്നത്. That means the ambience of heaven will come into our soul and spirit when the Holy Spirit comes. സ്വർഗത്തിലുള്ള സകലവും ഭൂമിയിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്ന, നമ്മളിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. സോ എന്തൊക്കെയോ ഞാൻ പറയാൻ വന്നുകൊണ്ടിരിക്കുന്നു മക്കളെ.
ഇത് ഞാൻ ഈ വാക്കുകൾ സംസാരിക്കുമ്പോൾ തന്നെ, ഞാൻ പരിശുദ്ധാത്മാവിലാണ് സംസാരിക്കുന്നത്, ഈ വാക്കുകൾ സംസാരിക്കുമ്പോൾ തന്നെ ഉറഞ്ഞ് കട്ട പിടിച്ച് ഇരിക്കുന്ന ദുഃഖങ്ങളും വേദനകളും മുറവിളികളും ബാല്യകാലം മുതലൊക്കെ ആരംഭിച്ച ചില പ്രശ്നങ്ങളും, ഒരുപക്ഷെ നിങ്ങളെ ചിലർ അബ്യൂസ് ചെയ്തു, നിങ്ങളെ ചിലർ വഷളാക്കി നശിപ്പിക്കാൻ ശ്രമിച്ചു, അതിൽ നിന്നൊക്കെ വന്നുപോയ വൂൺസും പ്രയാസങ്ങളും, ഇതെല്ലാത്തിൽ നിന്നും കർത്താവ് ഈ ആനന്ദതൈലത്തിൻ്റെ അഭിഷേകത്തിലൂടെ ഒരു വലിയ റിലീസ് കർത്താവ് തരികയാണ്. ഈ ഒരു വചനം ഞാനൊന്ന് വായിച്ചോട്ടെ. സാം 35, 30-ാം സങ്കീർത്തനം 5-ാമത്തെ വചനം. ഫോർ ഹിസ് anger lasts only a moment, but his favor lasts a lifetime. Weeping may stay for the night, but rejoicing comes in the morning. ഇവിടെ പറയുന്നത് അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. കർത്താവ് ദേഷ്യപ്പെട്ടാലും ദൈവം ദേഷ്യപ്പെട്ടാലും അത് പെട്ടെന്ന് തീരുന്നു. ബട്ട് ഹിസ് ഫേവർ ലാസ്റ്റ് എ ലൈഫ് ടൈം. എന്നാൽ അവൻ്റെ പ്രസാദമോ ആയുസ് മുഴുവൻ നിലനിൽക്കുന്നതാണ്, നീണ്ടു നിൽക്കുന്നതാണ്. അപ്പൊ ദൈവം കോപിച്ചാലും ചെറുതായിട്ടേ ഉള്ളൂ. പക്ഷെ അവന് ദയ തോന്നിയാൽ, സ്നേഹം തോന്നിയാൽ ആയുസ് മുഴുവൻ നീണ്ടു നിൽക്കുന്ന, എക്സ്റ്റെൻഡ് ആകുന്ന ഫേവർ അവന് തരാൻ കഴിയും. അതവിടെ നിൽക്കട്ടെ. ഇനി പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. വീപ്പിംഗ് മേ സ്റ്റേ ഫോർ ദ നൈറ്റ്. കരച്ചിൽ വന്ന് രാപാർത്തേക്കാം. രാത്രിയിൽ കരച്ചിൽ വരുന്നു, ബട്ട് റിജോയ്സിംഗ് കംസ് ഇൻ ദ മോർണിംഗ്. എന്നാൽ ഉഷസിങ്കൽ പ്രഭാതത്തിൽ സൂര്യൻ്റെ പൊൻകതിരുകൾ, സ്വർണ്ണ കതിരുകൾ പോലെ സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ കിഴക്കുന്ന് ഇങ്ങനെ സ്പ്രെഡായി ഇങ്ങനെ സൂര്യനിങ്ങനെ പൊങ്ങി വരുന്നത് പോലെ തോന്നുമ്പോൾ, അതോടൊപ്പം റിജോയ്സിംഗ് കംസ് ഇൻ ദ മോർണിംഗ്. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇത് അക്ഷരീയമായി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ആ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തുടക്കകാലത്ത് അതിഭയങ്കരമായ തീച്ചുള്ളൊരു അനുഭവങ്ങളിലൂടെയൊക്കെ പോയ സമയത്ത് രാത്രി മുഴുവൻ കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ഈ സൂര്യൻ ഉദിക്കുന്ന ആ സമയത്ത് 6:15 ഏതാണ്ടൊക്കെ ആ സമയമാകുമ്പോൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ ചെറുതായി ജനലിലെ വിടവുകളിലൂടെ അതിലൂടെയൊക്കെ ഇങ്ങനെ ലൈറ്റ് വരുന്ന ആ ഒരു സമയത്ത് ഒരു ഇൻഡിസ്ക്രൈബിൾ ജോയ് അകത്തേക്ക്, ഒരു ലൈഫും ജോയും ഒക്കെ ഇങ്ങനെ അകത്തേക്ക് വന്നിങ്ങനെ നിറയുന്നത് പോലെ, ഫ്ലഡ് ചെയ്യുന്നത് പോലെ തോന്നും. ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്. സന്ധ്യങ്കൽ അല്ലെങ്കിൽ രാത്രിയിൽ കരച്ചിൽ വന്ന് രാപാർക്കുന്നു, എന്നാൽ ഉഷസ്സിൽ ആനന്ദഘോഷം വരും. അതിനല്ലാതെ തന്നെ ഒരു മെന്റൽ മൂഡ് എടുത്താലും ഒരു പ്രത്യേക ഈവനിങ് ടൈം, ഇങ്ങനെ രാത്രിയല്ല പകലുമല്ല, ഇതിനിടയിലുള്ള ഒരു ട്വൈലൈറ്റ് ടൈം, ഒരു അരണ്ട വെളിച്ചമുള്ളൊരു സമയത്ത് പുറത്തേക്ക് നോക്കിയാൽ എന്തോ ഒരു ഗ്ലൂം ഇങ്ങനെ വന്ന് നിറയുന്ന പോലൊരു മനുഷ്യന്റെ മൂഡ് അങ്ങനെ ആകാറുണ്ട്. എന്നാൽ പ്രഭാതം എന്ന് പറയുമ്പോൾ പുറത്തേക്ക് പ്രഭാതത്തിന്റെ ഒരു പുലരിയുടെ പ്രകാശം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒരു പ്ലസന്റ് അന്തരീക്ഷമാണ്. അകത്ത് തന്നെ എന്തോ ഒരു സന്തോഷം വന്ന് നിറയുന്നത് പോലെ നമുക്ക് തോന്നും. ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, പലരുടെയും ജീവിതത്തിൽ കർത്താവ് ഇത് ചെയ്യാൻ പോവുക, ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വിലാപം പോലെ, ഒരു ദുഃഖം പോലെ ഒരു വിഷയം വന്നാൽ ഒരു പ്രഭാതം നിനക്കുണ്ട്. ഒരു സന്ധ്യ വന്നാൽ, ഒരു രാത്രി നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം പെർമനന്റ് ഡാർക്ക്നെസ് അല്ല, പെർമനന്റ് ആയിട്ട് സന്ധ്യയല്ല, പെർമനന്റ് ആയിട്ട് ഇരുളല്ല, ഒരു പ്രഭാതം വരുന്നുണ്ട്. ഓരോ പ്രദോഷവും പറയുന്നത് പ്രഭാതം വരുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് ഇരുളിൻ്റെ അനുഭവത്തിലൂടെ, ഒരു ടണൽ എക്സ്പീരിയൻസിലൂടെ, ഒരു തുരങ്കത്തിനകത്തൂടെ ഈ പ്രശ്നം ഒരിക്കലും തീരില്ലേ എന്ന് വെച്ച് പോകുന്നവരോട് ഞാൻ പറയുകയാണ്, ഇല്ലെന്നേ, തുരങ്കത്തിൻ്റെ വായ്ഭാഗത്തെത്തുമ്പോൾ വെളിച്ചം കാണും, സ്വാതന്ത്ര്യത്തിലേക്ക് വരും. ഇനി 1-2 വചനം കൂടി തന്നോട്ടെ. സാം 30:11, അതേ സങ്കീർത്തനം തന്നെ താഴേക്ക് പോവുക. 11-ാമത്തെ വചനം നോക്കിയാൽ, യു ടേൺ മൈ വെയിലിംഗ് ഇൻ ടു ഡാൻസിങ്, അല്ലെങ്കിൽ മോർണിംഗ് ഇൻ ടു ഡാൻസിങ്. യു റിമൂവ് മൈ സാക്ക്ലോത്ത് ആൻഡ് ക്ലോത്ത് മീ വിത്ത് ജോയ്.
എൻ്റെ രട്ട് നീ അഴിച്ചു മാറ്റി. രട്ടെന്ന് പറഞ്ഞ ചണവസ്ത്രം, ചാക്ക് വസ്ത്രം നീ അഴിച്ചു മാറ്റി. ആൻഡ് ക്ലോത്ത്ഡ് മീ വിത്ത് ജോയ്. വേറെ ഡ്രസ്സ് ധരിപ്പിച്ചെന്നല്ല, സന്തോഷം എന്നെ ധരിപ്പിച്ചിരിക്കുന്നു. യു ക്ലോത്ത്ഡ് മീ വിത്ത് ജോയ്. ക്ലോത്ത് എപ്പോഴും നമ്മൾ പുറത്ത് ധരിക്കുന്നതാണ്, അല്ലേ? ഞാനിപ്പോൾ ഈ ഷർട്ട് ഇട്ടിരിക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ വെളിയിലാണ്, അകത്തല്ലല്ലോ. ഷർട്ട് എന്നെ മറച്ചു പിടിച്ചിരിക്കുന്നു. നിങ്ങൾ കാണുന്നത് ഈ ഡ്രസ്സാണ്. ഇതുപോലെ യു ക്ലോത്ത്ഡ് മീ വിത്ത് ജോയ് എന്ന് പറയുമ്പോൾ പുറമേ നിന്ന് നോക്കുന്നവർ, ചുറ്റിലുമുള്ളവർക്ക് തിരിച്ചറിയാവുന്നത് പോലെ വസ്ത്രം ധരിച്ചിരിക്കുന്ന പോലെ സന്തോഷം ധരിച്ചിരിക്കുന്നു. പുറത്തു നോക്കിയാൽ ഒരു സന്തോഷവാനായ മനുഷ്യൻ, സന്തോഷവാനായ ഒരു സ്ത്രീ, സന്തോഷമുള്ളൊരു കുട്ടി, സന്തോഷമുള്ളൊരു യുവാവ്, സന്തോഷമുള്ളൊരു യുവതി, ആ രീതിയിലേക്ക് ദൈവം ജീവിതത്തെ മാറ്റും. അതിരിക്കട്ടെ, ഞാൻ ആദ്യം പറയുന്ന ആധാരമായി പറയുന്ന കാര്യം മറക്കരുത്. ഇതെല്ലാം വരുന്നത് യെശയ്യാവിന്റെ പുസ്തകം 61-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ നമ്മൾ 3-ലെത്തി നിൽക്കുക. യേശുവിൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിനകത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻ്റായി, അതിൻ്റെ അകത്തൊരു മിഷനായി, കമ്മീഷനായി നിൽക്കുന്ന ഒന്നാണ് ജോയ്ഫുൾനെസ്. ദി അനോയിന്റിംഗ് ഓഫ് ജീസസ് ഈസ് എ ജോയ് ബ്രിങ്ങർ. യേശുവിൻ്റെ അഭിഷേകം സന്തോഷം കൊണ്ടുവരുന്ന അഭിഷേകമാണ്. 12-ാമത്തെ വചനം, അടുത്ത വചനം വായിച്ച്, My heart may sing your praises and not be silent. Lord my God, I will praise you forever. എന്നെ ഈ വിലാപങ്ങളെ മാറ്റി നൃത്തം കൊണ്ടുവരുന്ന കർത്താവിൻ്റെ ഈ അഭിഷേകം, അല്ലെങ്കിൽ വെയിലിംഗ് ഇൻ ടു ഡാൻസിങ്, വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുന്ന ഒരു അഭിഷേകം, അതിൽ വസ്ത്രത്തിലൊരു മാറ്റം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വസ്ത്രത്തിലെ മാറ്റം എന്ന് പറഞ്ഞാൽ പുറമേയുള്ള അപ്പിയറൻസിൽ തന്നെ മാറ്റം. ആരോടൊക്കെയോ പരിശുദ്ധാത്മാ പറയുന്നു, ഉപ്പുമാങ്ങ പോലെ ഒക്കെ ആയിപ്പോയ, ഉണങ്ങിയ മാങ്ങ പോലെ ഒക്കെ ആയിപ്പോയ ഒരു 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 ശരീരത്തിന്റെ പ്രകൃതം പോലും കർത്താവിൽ സന്തോഷിക്കാൻ തുടങ്ങുമ്പോൾ മാറും എന്ന് ഞാൻ പറയുന്നു. കർത്താവിൽ സന്തോഷിക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ദേഹവും ആനന്ദിക്കും എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഹാർട്ടിൽ ഒരു ആനന്ദം വരുന്നു, മൈൻഡിലൊരു സന്തോഷം വരുന്നു, അല്ലെങ്കിൽ ഉള്ളിലൊരു സന്തോഷം വരുന്നു എന്ന് പറയും. പക്ഷേ അവർ ബോഡി ഓൾസോ ക്യാൻ റിജോയ്സ്. നമ്മുടെ ശരീരത്തിലെ സെല്ലുകളൊക്കെ സന്തോഷിക്കും. ദൈവിക സന്തോഷം അകത്തു വന്ന് നിറയുമ്പോൾ ചണവസ്ത്രം, ചാക്ക് വസ്ത്രം, രട്ടുവസ്ത്രം, വിലാപ വസ്ത്രത്തെ മാറ്റിയിട്ട് സന്തോഷം കൊണ്ടുള്ളൊരു ഉല്ലാസത്തിൻ്റെ ഒരു വസ്ത്രം ധരിപ്പിക്കുന്നു. That my heart may sing your praises. എന്തിനാണെന്നറിയാമോ? എൻ്റെ ഹൃദയം നിനക്ക് സ്തുതി പാടുവാൻ. ഹൃദയത്തിൽ ഒരു മെലഡി ഉണ്ടാക്കി കർത്താവിന് പാടുന്ന രീതിയിലേക്ക്. And not be silent. ഇനി ഞാൻ മിണ്ടാതിരിക്കില്ല. ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് കർത്താവ് ചെയ്യുന്ന ചില പ്രവൃത്തികളുണ്ട്. വീടിനകത്തിരിക്കുന്ന പരിപാടി ഒന്ന് നിർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങണം, മിണ്ടണം. എങ്ങനെ? കൂട്ടായ്മയിലേക്ക് വരണം. അടുത്തുള്ള ഏതെങ്കിലും ഒരു ബ്ലെസ്സിംഗ് ടുഡേ കൂട്ടായ്മയിലേക്ക്, ഒരു ചർച്ചിലേക്ക്, ഞായറാഴ്ചകളിലേക്ക് ഒന്ന് എല്ലാവരോടും കൂടി ചേർന്ന്. വീട്ടിലിരുന്നാലും ഇത് കാണാമല്ലോ ബ്രദറെ, അത് പോരാ. ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത രോഗികളോ പ്രയാസം അനുഭവിക്കുന്നവരോ ഹോസ്പിറ്റലിൽ കിടക്കുന്നവരോ ഒക്കെ ഓൺലൈൻ ഒക്കെയാണ്. ഏതെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചിലേക്ക് ഒന്ന് ചെന്ന് അവരോട് ചേർന്നൊന്ന് നൃത്തം ചവിട്ടി ദൈവത്തെ ആരാധിച്ച് നോക്ക്. ലോർഡ് മൈ ഗോഡ്, ഐ വിൽ പ്രൈസ് യു ഫോർ എവർ. അതെൻ്റെ തീരുമാനമാണ്. ഞാൻ എന്നേക്കും നിന്നെ സ്തുതിക്കും. ഇനി ഒരു വചനഭാഗം കൂടി എനിക്ക് വായിക്കണം. സാം 4:7, 4-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വചനം NASBയിൽ ഞാൻ വായിക്കുകയാണ്. ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ ഇംഗ്ലീഷിൽ വായിക്കുകയാണ്. മലയാളത്തിലുള്ളത് നമുക്ക് സ്ക്രീൻ കാണാം. യു ഹാവ് പുട്ട് joy in my heart more than when their grain and new wine are abundant. അവരുടെ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിനേക്കാൾ വലിയ സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കും. എൻ്റെ ധാന്യം വീഞ്ഞും ഒന്നും വർദ്ധിച്ചില്ല എന്നല്ല അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. എന്നാൽ അവർക്ക് നല്ല കൊയ്ത്തുണ്ടായി, നല്ല ബിസിനസ് പ്രോസ്പർ ചെയ്തു, അവർ വീട് വെച്ച് ഒരു കാറ് വാങ്ങി, ഒരു ബെൻസ് കാറ് വാങ്ങി, ഒരു BMW വാങ്ങി, അവർ പല നിലകളിൽ പുറമേ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ കാണപ്പെടുന്നു. പക്ഷേ അവർക്ക് അതിലൂടെ, മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ, ഈ ലോകത്തിലെ ചില അനുഗ്രഹങ്ങളിലൂടെ, അല്ലെങ്കിൽ ചില ജീവിത സൗകര്യങ്ങളിലൂടെ, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് വർദ്ധിച്ചപ്പോൾ, കൃഷി വർദ്ധിച്ചപ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടായി.
അതിനേക്കാൾ വലിയ സന്തോഷം നിന്നിൽ എനിക്ക് തന്നിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ശിഷ്യന്മാരെ കർത്താവ് 70ഓളം ശിഷ്യന്മാരെ അല്ലെങ്കിൽ 72 ശിഷ്യന്മാരെ കർത്താവ് 2-2 ആയി വിട്ട് അവർ മിനിസ്റ്റർ കഴിഞ്ഞ് വരുമ്പോൾ വളരെയധികം സന്തോഷിച്ചാണ് അവർ പറയുന്നത്, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വരെ ഞങ്ങൾക്ക് കീഴടങ്ങി. വാട്ട് എ മിനിസ്ട്രി! കർത്താവ് പറഞ്ഞു, അതവിടെ ഇരിക്കട്ടെ, അതിലല്ല സന്തോഷിക്കേണ്ടത്. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ആകയാൽ സന്തോഷിപ്പൻ. ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഒരു കാരണം രക്ഷയാണ്. രക്ഷയുടെ സന്തോഷം. ദാവീദിന് പഴയ നിയമത്തിൽ അത് അനുഭവിക്കാൻ കഴിഞ്ഞു. എന്നാൽ താൻ പാപം ചെയ്ത സമയത്ത് രക്ഷയുടെ സന്തോഷം അങ്ങ് നഷ്ടമായിപ്പോയി. അപ്പോൾ പറയാം, അയ്യോ, ആ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണേ, എനിക്കത് റെസ്റ്റോർ ടു മീ ദ ജോയ് ഓഫ് സാൽവേഷൻ. അതാണ് അൾട്ടിമേറ്റ്, ആ കർത്താവിലുള്ള സന്തോഷം, എന്തെങ്കിലും പുറമേയുള്ളതിലല്ല. ദാറ്റ് ഈസ് എ ജെനുവിൻ റിജോയ്സിങ് ആൻഡ് ജോയ്ഫുൾനെസ്. ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മഞ്ഞപ്പിത്തം ബാധിച്ച ചിലർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ചെസ്റ്റ് എക്സ്റേയിൽ ചില പാച്ചസ് ഒക്കെ ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ചില അനാവശ്യമായുള്ള വളർച്ചകൾ, ശരീരത്തിലുള്ള എക്സ്ട്രാ ഗ്രോത്തുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്യുന്ന ആരോ ഇപ്പോൾ സൗഖ്യമാകുന്നു. അലർജികൾ സൗഖ്യമാകുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. ഇൻസോംനിയ പോലെയുള്ള പ്രയാസങ്ങൾ, ഉറക്കമില്ലായ്മ മാറിപ്പോട്ടെ. ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് നീര് വരുന്നത് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കർത്താവെ, തിരുനാമത്തിൽ സകലരെയും അനുഗ്രഹിച്ചിരിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങളുള്ളവർ പ്രയർ ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. Bye-bye.